ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിയോണ്ട് ബോർഡേഴ്സ് ബൈ ലച്ചു. ഒരു തിങ്കളാഴ്ച വിളിച്ചിട്ട് പറയുകയാണേ, പെട്ടെന്ന് പെട്ടിയെല്ലാം പാക്ക് ചെയ്തോ, ഞാൻ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാന്ന്. പിന്നെ അങ്ങോട്ട് ഓട്ടമായിരുന്നു. എന്തായാലും തലേ ദിവസം ഇരുന്ന് പെട്ടി മൊത്തം പാക്ക് ചെയ്ത് തീർന്നു. ഞങ്ങളങ്ങനെ ചങ്ങനാശ്ശേരിക്ക് വണ്ടി കയറി. ആകെപ്പെട്ടു. മഴയും വെള്ളപ്പൊക്കവും കാരണം ബസ് സർവീസും ഇല്ല, ഓട്ടോയും പോകുന്നില്ല. അങ്ങനെ വന്ന് ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ആകെ പേടിയായിരുന്നു. വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും? എന്തായാലും ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഭാഗ്യത്തിന് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ട്രെയിൻ കുറേ ലേറ്റായിട്ടാണ് വന്നത്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കേണ്ടി വന്നു. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ മാറി മാറി ഇരുന്ന് കളിയായിരുന്നു. ദേപ്പനാണെങ്കിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവന് കിട്ടിയ ഒരു ജീരക മിഠായി എടുത്തുകൊണ്ട് പെട്ടിയുടെ പുറകെ വന്നിരിക്കുന്നു. എന്തെടുക്കുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, മിണ്ടല്ലേ, ദേവി കാണാതെ വന്നിരുന്ന് ഞാൻ കഴിക്കുക, അവൾക്ക് ഞാൻ കൊടുത്തിട്ട് അവൾ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് ചേട്ടൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ വന്നേ. അപ്പം ഞാൻ ഓർത്തത് നമ്മുടെ ട്രെയിനായിരിക്കും എന്ന് വെച്ചുകൊണ്ട് ഞാൻ വലിയ കാര്യത്തിൽ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ എണീറ്റ് നിന്നപ്പോഴത്തേക്കുവാ ചേട്ടൻ പറഞ്ഞത് അത് നമ്മുടെ അല്ലത് വേറെ ട്രെയിനാണ്. എന്തായാലും ചേട്ടനുള്ളത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഞാനത് കയറി അങ്ങ് പോയേനെ. 12 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിനിൻ്റെ സമയം പറഞ്ഞത്. 12 മണിയൊക്കെ കഴിഞ്ഞു, 1 മണിയും കഴിഞ്ഞു. അവസാനം അങ്ങനെ കാത്തിരുന്ന് 1:30 ആയപ്പോൾ നമ്മുടെ ട്രെയിനിങ് എത്തി. പെട്ടെന്ന് തന്നെ ട്രെയിനിൽ കയറി എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് നമ്മളങ്ങനെ സീറ്റ് പിടിച്ചു. പിന്നെ പെട്ടെന്ന് നാളെ ആയാൽ മതിയെന്നായിരുന്നു പ്രാർത്ഥന. നാളെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അങ്ങ് എത്തുമല്ലോ എന്ന് ഓർത്തു. 4 മണിക്ക് എത്തുമെന്ന് പറഞ്ഞെങ്കിലും ലേറ്റ് ആയതുകൊണ്ട് ഒരു 5:30 പോട്ടെ, ഒരു 6 മണിക്കെങ്കിലും എത്തുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ഒന്നും പറയണ്ട, നമ്മൾ കയറിയതൊരു സ്പെഷ്യൽ ട്രെയിനിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടവും നിർത്തിയാണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്നത്. അന്നേ ദിവസം രാത്രിയാണെങ്കിൽ ദേപ്പം വന്ന് എൻ്റെ കൂടെ കിടന്നത് കൊണ്ട് തന്നെ ദേവിമോൾ വന്ന് എൻ്റെ മേത്ത് കയറി കിടന്നു. എനിക്കാണെങ്കിൽ അങ്ങോട്ടും തിരിയാൻ മേല ഇങ്ങോട്ടും തിരിയാൻ മേല. അവസാനം നടുവേനയും ശരീരം വേദനയും ആകെ ഞാൻ പെട്ടുപോയി. രാവിലെ എണീറ്റപ്പോൾ ഇതാ കണ്ട കാഴ്ച. എവിടെയോ ട്രെയിൻ നിർത്തിയിട്ടേക്കുക. വെളുപ്പിനെ അങ്ങോട്ട് നിർത്തിയതാണെന്ന് കൂടെ ഇരുന്ന ആൻറ്റി പറഞ്ഞു. കർണാടക എത്തിയപ്പോഴേക്കും കുറേ തീപ്പെട്ടിക്കൂട്ട് അടുക്കി വെച്ച പോലത്തെ കെട്ടിടങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ദേവൻ ദേവിമോളും ഭയങ്കര അതിശയത്തോടു കൂടി നോക്കിയിരിക്കുന്ന കണ്ടു. സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ നല്ല പതുക്കെ കാണാൻ പറ്റി. കാരണം എല്ലായിടവും നിർത്തിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ നമ്മുടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. അവസാനം ഒരു മലയുടെ അവിടെ എത്തി. ആ സമയത്ത് ഞങ്ങൾ ശബരി എക്സ്പ്രസ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ട്രെയിൻ എടുക്കേണ്ടി വന്നതെന്ന് അപ്പുറത്തിരുന്ന ആൻറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് കേട്ടിട്ടാവണം ദേവിമോൾ പെട്ടെന്ന് ചാടി എണ്ണീറ്റ് അമ്മേ ഇതേ ശബരിമല എന്ന് പറയാൻ തുടങ്ങി. പിന്നെ കൂടെ ഇരുന്ന ആൻറ്റി പറഞ്ഞു, മോളെ അത് ശബരിമലയല്ല, അത് വേറെ ഏതോ ഒരു മലയാണ്. അങ്ങനെ സന്ധ്യ എത്തി. നമ്മുടെ ട്രെയിൻ ഒത്തിരി വൈകിയാണ് ഓടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സോൺചേട്ടൻ അവിടെ റെയിൽവേ സ്റ്റേഷൻ വന്ന് നിൽപ്പായി. കാരണം എപ്പോൾ എത്തുമെന്ന് ഒരു പിടിയില്ലായിരുന്നു. അങ്ങനെ 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേഷനിലെത്തി. സോൺചേട്ടൻ നേരത്തെ അവിടെ വന്ന് നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തായാലും ലഗേജ് എല്ലാം പുറത്തെടുത്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ദേപ്പനും ദേവിമോളും നല്ല ഉറക്കമായിരുന്നു. 2 പേരെയും കുത്തി എണ്ണീപ്പിച്ചാണ് കൊണ്ടുവന്നത്. എന്തായാലും ലഗേജൊക്കെ കൂടുതലായതുകൊണ്ട് 2 ബാഗ് എന്തായാലും 2 പേരെ ഏൽപ്പിച്ചു. പാവം ദേവിമോളാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് കണ്ണും തിരുമ്മി എൻ്റെ ഒപ്പം നടന്നു വരികയായിരുന്നു. അങ്ങനെ നമ്മൾ സെക്കന്ദരാബാദ് എത്തിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് മൊത്തം ആളുകൾ, കുറേ പേര് കിടക്കുന്നു, കുറേ പേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവരുടെ ഇടയിലൂടെ വെളിയിലേക്ക് ഇറങ്ങി. അവർ ട്രെയിൻ കയറാനുള്ളവരാണോ ഇനിയും ട്രെയിൻ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്യുന്നവരാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ കാറി കയറി ക്വാർട്ടേഴ്സിലേക്ക് യാത്ര തുടങ്ങി. രാത്രി 1 മണി കഴിഞ്ഞെങ്കിലും റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ക്വാർട്ടേഴ്സിൽ പോയി കിടന്നാൽ മതിയെന്നായിരുന്നു. തലേന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ എത്തും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എത്താൻ പറ്റാത്തതിൻ്റെ വിഷമവും സങ്കടവും എല്ലാം കൂടെ ആകെപ്പാടെ ശരീരത്തിന് ക്ഷീണവും ഒക്കെ തോന്നി. എങ്ങനെയെങ്കിലും ഒന്ന് ക്വാർട്ടേഴ്സ് എത്തിപ്പിടിച്ചാൽ മതിയെന്നായിരുന്നു ഒരു ചിന്ത. സത്യം പറഞ്ഞാൽ ആ ഒരു ട്രെയിൻ കാരണം സോൺചേട്ടനെ കാണാതിരുന്ന് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരെ ഇല്ലാതായി. നമുക്കാണെങ്കിൽ ആദ്യത്തെ ദിവസം ആ ട്രെയിനിൻ്റെ അകത്ത് കുടിവെള്ളം പോലും വന്നിരുന്നില്ല. എന്തായാലും വീട്ടിൽ നിന്ന് നാരങ്ങാച്ചോറ് പൊതിഞ്ഞെടുത്തത് കൊണ്ട് ഭാഗ്യം. അതുകൊണ്ട് എന്തായാലും പട്ടിണി കിടക്കേണ്ടി വന്നില്ല. പിറ്റേന്ന് എന്തായാലും ഫുഡ് വന്നു. നമ്മളങ്ങനെ ക്വാർട്ടേഴ്സിലെത്തി. നമ്മുടെ ക്വാർട്ടർ മേളിലാണേ. ദേവപ്പനും ദേവിക്കും എന്തായാലും സന്തോഷമായി. കാരണം അവർക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. മേളി മതിയെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും വന്നിട്ട് എല്ലാവരും ഒന്ന് ഓടി നടന്നൊന്ന് റൂമൊക്കെ കണ്ടെന്ന് വരുത്തി. നമ്മുടെ ലോകം പിന്നെ ഇതാണല്ലോ. അത് കാരണം ഞാൻ ആദ്യം തന്നെ കിച്ചണിലോട്ടായിരുന്നു പോയത്. കിച്ചണൊക്കെ ഒന്ന് നോക്കി വെച്ചു. പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേക്കും സമയം 1:30. സോൺചേട്ടന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ വിശേഷങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് കിടന്നു. അങ്ങനെ ഇതാ നേരം വെളുത്തിരിക്കുന്നു.
നമ്മുടെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.